നാം ആരാന്ന് മനസ്സിലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്താണോ അതാണ് നമ്മുടെ യഥാർത്ഥമായ വ്യക്തിത്വം എന്ന് പറയുന്നത്. അടച്ചിട്ട മുറിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ ഏകനായിട്ടായിരിക്കുമ്പോൾ യഥാർത്ഥമായ നമ്മുടെ രൂപം നമുക്ക് തന്നെ മനസ്സിലാവും. ബാക്കിയെല്ലാം അഭിനയങ്ങളാണ്. ചർച്ചിൽ ചെല്ലുമ്പോൾ ഒരു മാസ്ക് വെക്കും, വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റൊരു മാസ്ക് വെക്കും, കുഞ്ഞുങ്ങളുടെ അടുക്കൽ വേറൊരു മാസ്ക് വെക്കും. നമ്മൾ ചില മാസ്കുകളും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. യഥാർത്ഥമായി നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്കറിയാം ഞാൻ ആരാണ്. യഥാർത്ഥമായി എൻ്റെ ആത്മീയത എന്താണ്, ഞാൻ എന്താണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ഹൃദയം വെമ്പുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തോടു കൂടെ അല്പസമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സുഹൃത്തെ, താങ്കളൊരു ആത്മീയനാണ്, താങ്കൾ തികച്ച ഒരു ആത്മീയനാണ്. പക്ഷെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ജഡത്തിൻ്റെതായ സ്വഭാവങ്ങളും, ഒരു സിനിമ കണ്ടേക്കാം, അല്ലെ മറ്റെന്തെങ്കിലും നികൃഷ്ടമായ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, അതിൻ്റെ അർത്ഥം തികച്ചും ഒരു ജഡീകനായ ഈ ലോകത്തിലെ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ചർച്ചിൽ നമ്മൾ പാട്ട് പാടുന്നു, പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതൊരു മാസ്കാണ്. മറ്റുള്ളവരെ കാണിക്കാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മാസ്കുകളാണ് ഇതൊക്കെ. നമുക്കിതെല്ലാം മാറ്റിവെക്കാം, മാസ്കുകളൊക്കെ മാറ്റാം. യഥാർത്ഥമായി നമുക്ക് പാടാൻ കഴിയുമോ? യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, യേശുവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അവിടെ നിന്ന് എന്നെ വീണ്ടെടുത്തു, അവിടുത്തെ രക്തത്തിൻ്റെ വിലയാണ് ഞാൻ. ആ ഒരു ഉറപ്പും ആ ഒരു ആഗ്രഹവും ആണോ യഥാർത്ഥമായി ആ ദൈവസ്നേഹമെന്ന് പറയുന്നത്? ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. നമ്മൾ ചർച്ചിൽ പോയി ആരാധിക്കുന്നത് ഒരു മിഷൻ ഓൺ ചെയ്യുന്നത് പോലെ അല്ലേ? എത്രത്തോളം ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തണം, എനിക്ക് എൻ്റെ കർത്താവിനെ പാടി സ്തുതിക്കണം, എനിക്ക് ആരാധിക്കണം. അത് കേവലം ചർച്ചിൽ ചെല്ലുമ്പോൾ മാത്രമല്ല ഈ ആരാധന ഉണ്ടാകുന്നത്. എപ്പോഴും ദൈവത്തോടുള്ള നന്ദി, എപ്പോഴും ദൈവത്തെ സ്തുതിക്കാനുള്ളൊരാഗ്രഹം, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലായിരിക്കണം. നമ്മൾ പലപ്പോഴും പാട്ട് പാടുന്നുണ്ട്, പലപ്പോഴും നമ്മൾ വലിയ പ്രസംഗങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായി ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലാണോ നമ്മൾ? നമ്മളെ തന്നെ തിരിച്ച് ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. ഞാൻ ദൈവമായിട്ട് എങ്ങനെ ആയിരിക്കുന്നു? യഥാർത്ഥമായി ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് ചിലത് ലഭിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്? അല്ല, ലഭിച്ചത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ദൈവത്തെ സേവിക്കുന്നത്? യഥാർത്ഥമായി പറയാൻ പറ്റുമോ, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് അങ്ങല്ലാതെ വേറൊന്നും വേണ്ട, അവിടെ നിന്നാണ് എൻ്റെ സകലതുമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? അവിടെയാണ് ദൈവം നമ്മളെ പ്രസാദിക്കുന്നത്. മാസ്കുകൾ മാറ്റിവെക്കാം, മുഖം മൂടികൾ മാറ്റിവെക്കാം. നമുക്കത് വേണ്ട. റിയലായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമുക്ക് വരാം. ഈ ദിവസങ്ങളിൽ അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എ റിയൽ ലവ്, നിർവ്യാജ സ്നേഹം. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.